അപ്പോൾ നമ്മൾ ഈ പിക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ലെമൺ ആണ് എടുത്തത്. അത് നന്നായിട്ട് പഴുത്തിട്ടുള്ള നല്ല ഒരു കളർ കണ്ടില്ലേ, ഈ ഒരു കളറുള്ള ലെമൺ എടുക്കണം. അപ്പോൾ കുറച്ചൊരു കയ്പ്പ് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊരു സ്റ്റീമറിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് സ്റ്റീം കയറ്റിയിട്ടൊന്ന് എടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റായി നല്ലോണം സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. മേലേക്കെല്ലാം നല്ല പുകയെല്ലാം വന്ന് കുക്കായിട്ടുണ്ട്. ഒരു അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വരണം. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കത് ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കത് കുറച്ചും കൂടി ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളതൊരു ബൗളിലേക്ക് മാറ്റി അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പോലെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ ഉപ്പ് നമുക്ക് ലാസ്റ്റ് നമുക്ക് പിന്നെയും ചേർക്കേണ്ടതാണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പോലെ കായപ്പൊടി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്കൊരത്തേക്കൊരു 7 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പും, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂണ് കടുകും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി. അന്ന് കടുകൊന്ന് പൊട്ടിയിട്ട് വരും. ആ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇനി പിക്കിൾ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിൻ്റെ അകത്തേക്ക് ഒരു 200-250 പോലെ നല്ലെണ്ണ തന്നെ വേണം നമ്മൾ ഈ അച്ചാറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇനി നമുക്കൊരു കപ്പ് വെളുത്തുള്ളി, ഒരു 1/4 കപ്പ് പോലെ ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത്, പിന്നെ ഒരു 7-8 പോലെ നല്ല എരിവുള്ള പച്ചമുളക്, കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതും കട്ട് ചെയ്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് ആ ഒരു കളറൊന്ന് മാറിയിട്ട് വരണം. ആ മാറി വരുന്ന സമയത്ത് നമുക്കതെല്ലാം കൂടി ഒന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ ചൂടായ എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകും പിന്നെ അത്യാവശ്യം കറിവേപ്പില. ഈ സമയം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മസാലകളൊക്കെ ഇട്ടുമ്പോൾ കരിഞ്ഞു പോകും. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 8 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ച മസാലപ്പൊടി ഉണ്ടല്ലോ, അച്ചാറിന് പൊടിച്ചു വെച്ച അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പോലെ നമ്മൾ കായപ്പൊടി കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നത്. ഓൺ ചെയ്ത് എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ലെമൺ, ആ ജ്യൂസ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. ആ ജ്യൂസോട് കൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലെല്ലാം ഉണ്ടല്ലോ അതും ഇതിൻ്റെ അകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പേ ഞാനൊരു പാത്രത്തിൽ ഒരു 1.5 കപ്പ് വിനീഗർ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ഒഴിച്ച് നന്നായിട്ട് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മളെ ഒരു പിക്കിളിൻ്റെ ഒരു ലെവലിലേക്ക് ആ ഒരു കൺസിസ്റ്റൻസി വരും. നമുക്ക് ആ ഒരു ലൂസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഇത് വിനീഗർ മാത്രമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാം മിക്സ് ആക്കി നോക്കുമ്പം കുറച്ച് എനിക്കൊരു കായപ്പൊടീൻ്റെ കുറവും കൂടി തോന്നി. അതുകൊണ്ട് കുറച്ചും കൂടി കായത്തിൻ്റെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് നമ്മളെ ഈ മധുരവും എരിവും ആ പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ലെമൺ പിക്കിളിന് ഏറ്റവും ടേസ്റ്റാണ് കുറച്ച് നമ്മൾ 1-2 ഡേറ്റ്സ് ഇട്ടാലും മതി, ഇല്ലെങ്കിൽ കുറച്ച് ഷുഗർ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ലൂസ് നമുക്കറിയാമല്ലോ പിക്കിളിന് ഒരു ഏകദേശം ഒരു അളവ്, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് വിനീഗർ മാത്രമാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ എണ്ണ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഈ ഒരു സ്റ്റേജ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ തണുക്കുമ്പോഴേക്കും ഇങ്ങനെ വരും. അതാണ് ഈ അച്ചാറിൻ്റെ ഒരു പരുവം. ഇനി അഥവാ നിങ്ങൾക്ക് എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ നിങ്ങൾ ചൂടാക്കാതെ വയ്ക്കരുത്, ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വിനീഗർ, അത് നമ്മൾ തണിയുന്നതിനനുസരിച്ച് അത് ഒന്നും കൂടിയും സെറ്റായിട്ട് വരും. അപ്പോൾ പുളിയൊക്കെ ഒന്ന് കുറവ് പോലെ തോന്നിയും. അപ്പോൾ നമ്മൾ ചൂടാക്കിയ വിനീഗർ ഞാൻ കുറച്ചും കൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതിന് വെച്ച് നാളത്തേക്ക് ഒന്നും കൂടി തിക്കാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുളിക്കനുസരിച്ച്, പുളി കൂടിപ്പോരുത്, പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം.